നമുക്കിപ്പോൾ നടക്കാൻ കുറേ ഉള്ളതുകൊണ്ട് കാർഡിയോ വേണ്ടാന്ന് വെച്ചു. കാരണം കുറേ നടക്കാനുണ്ട്. അതിന് ജീവനുണ്ടോ? ഞാനിവിടെ വീഡിയോ പിടിച്ച് 1 മിനിറ്റായി നിൽക്കുന്നു. പക്ഷേ എന്തൊരു ചൊറിച്ചില. അയ്യോ കഴിഞ്ഞോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഫുകോക്കിലുള്ള ഒരു സഫാരി, അതായത് വിൻപേൾ വൈൽഡ് സഫാരിയിലാണ്. ഇവിടെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജിറാഫിന് ഫീഡ് ചെയ്യുന്നതും, പിന്നെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു നമ്മൾ മസായ് മാരയിലെ കുറച്ച് വീഡിയോസ് കാണുമ്പോൾ അതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഓപ്പൺ ആയിട്ട് മൃഗങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങൾ ജസ്റ്റ് ഇതാ കയറിയുള്ളൂ. ഇനി ഓരോന്നും നടന്ന് കാണണം. അത്യാവശ്യം നടന്ന് കാണാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു കാർഡിയോ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, മാപ്പ്, ആനിമൽ ഷോ ആ ഭാഗത്തുണ്ട്, പിന്നെ റൈനോ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ വേണ്ട. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ? എന്നാൽ എല്ലാവരും പോകുന്ന വഴിക്ക് നമുക്കും പോവാം. ഫ്ലമിംഗോ അങ്ങനെയല്ലേ ഇതിന് പറയാ? ഇത് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പോലും പറ്റാത്തൊരു പക്ഷിയാണല്ലോ. പക്ഷെ നമ്മളിതിനെ എവിടെ കണ്ടിരിക്കണേ? അബുദാബിയിൽ കണ്ടിട്ടുണ്ടല്ലേ? യെസ്. അത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ അവരിങ്ങനെ ഫ്ലമിംഗോ ഷോ ഒക്കെ വയ്ക്കുന്നതാണ്. ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ്, വെള്ളത്തിൽ കൂടെയൊക്കെ കളിച്ച് ചിരിച്ച്. എല്ലാവരും നനഞ്ഞിരിക്കുക, നനഞ്ഞ കോഴികളെ പോലെ. കണ്ണൊന്നില്ലേ? നമുക്കിപ്പോൾ നടക്കാൻ കുറേ ഉള്ളതുകൊണ്ട് കാർഡിയോ വേണ്ടാന്ന് വെച്ചു. കാരണം കുറേ നടക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സൂ ട്രാമ്പ് ബുക്ക് ചെയ്തു. അപ്പം നമ്മളിനി ഈ ട്രാമ്പിൽ കയറിയിട്ട് എല്ലാ സ്ഥലങ്ങളും കാണും. പക്ഷേ എന്താ, ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാം, പിന്നെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. വിൻപേൾ സഫാരിയുടെ ആ ബസ്സിൽ കയറാൻ പോവാണ് നമ്മൾ. ഈ ബസ്സിൽ കയറിയിട്ടാണ് ഓപ്പൺ ആയിട്ട് മൃഗങ്ങളെ എല്ലാം കാണാൻ പറ്റുക. സോ എല്ലാവരും ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് പുലി, സിംഹത്തിനെയൊക്കെ കാണാൻ പറ്റുക അല്ലേ? പറ്റുമോ? ഞാൻ ഇതുവരെ സിംഹത്തിനെ കണ്ടിട്ടില്ല, കരടിയും കണ്ടിട്ടില്ല. ട്രിവാൻഡ്രത്ത് ഇരുന്നിട്ട് കാര്യമില്ല, കൊണ്ടുപോകണ്ടേ കുഞ്ചു? എവിടെയും കൊണ്ടുപോവില്ല. ഇതേ കണ്ട, അതേ ഇങ്ങനെ കാണാൻ പറ്റും എനിക്ക്. പക്ഷെ ബസ്സിൽ എങ്ങനെ നമ്മൾ കയറിയ? ഓപ്പൺ അല്ലല്ലോ, ക്ലോസ് ബസ്സാണല്ലോ. അപ്പം എങ്ങനെ കാണും? ബസ്സിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നു ആ സൈഡിലാണ് മറ്റേ കരടി അല്ലല്ലോ, മാനിന്റെ വ്യത്യാസമായിട്ടുള്ളത് കണ്ടോ? ഇന്ത്യയോ? ഞാൻ വിചാരിച്ചതേ ഉള്ളൂ പുള്ളിമാൻ. ഹായ്, പുള്ളിമാൻ എന്ത് രസമായിട്ട് കിടക്കണല്ലേ. ഉള്ളിൽ കൊതി വിടരും എന്താണ്. ഫുഡ് വന്നവർക്ക് കണ്ടോ? എനിക്കണുണ്ടോ? മൊത്തം ഈ സൈഡ് മൊത്തം പുള്ളിമാനാണ്.
സാംബ ഡിയർ എന്ന് പറയുന്നത് വിയറ്റ്നാമീസിന്റെ ഇതാണെന്ന്. എവിടെ? ശരിയാ, നല്ല വലുതാ. ഏഷ്യാസ് ലാർജസ്റ്റ് ഡിയർ ആണത് സാംബ. സാംബ സാംബ. And the next area, we are going to meet Bengal tiger from India. So once again, please do not. India. Thank you. Please do Tiger from India. Chào tạm biệt các loài động vật an toàn. Chúng ta đang thực hiện tiến vào khu vực của các loài động vật an toàn nguy hiểm. Để vào bên trong, xe chúng ta. ടൈഗറിനെ കണ്ടിട്ടുണ്ട് മൈസൂരിൽ, മൈസൂർ സൂ. പക്ഷെ അവിടെ അന്ന് സിംഹം ഉണ്ടായിരുന്നില്ലേ? അതെന്നെ അവർ കൊണ്ടുപോയി. ഷൂട്ടിന് പോകുമ്പോ അതിന്റെ ആളുകൾ എന്നെ കൊണ്ടുപോയി. കുഞ്ചു എന്നെ കൊണ്ടുപോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ ഒറീസയുടെ ഷൂട്ടിന് പോയപ്പോ ഞാനും ഹീറോയിൻ ഇല്ലേ, ഞങ്ങളെല്ലാരും കൂടിയാ പോയത്. കനിഹ ചേച്ചി ഉണ്ടായിരുന്നു. ഒന്ന് തിരിച്ചു പോന്നു. മൈസൂരെ കുറെ നടക്കാനുണ്ടല്ലോ, പകുതിയപ്പോ ഞങ്ങൾ തളർന്ന് തിരിച്ചു. അല്ല, അതാ പറഞ്ഞേ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സിംഹത്തിനെ കണ്ടില്ല. അല്ല, ട്രിവാൻഡ്രത്തിന് നേരെ സിംഹത്തിന്റെ അടുത്ത് മാത്രം പോയാൽ മതി. ആഗ്രഹം എങ്ങനെയാ അറിയാം, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പുലി ഇങ്ങനെ ചാടി വരണം. നമ്മളൊരു വീഡിയോയിൽ കണ്ടില്ലേ, അതുപോലെ ജീവിതത്തിൽ വരാലോ, ചാടി വന്നിട്ട് ഇങ്ങനെ നിക്കണം. We have one on the left side. Now change to the right side. ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ടൈഗറിനെ ആയിരുന്നു. ഇന്ന് എണീറ്റൂടെ അവന് ഞങ്ങളെ കാണുമ്പോ? അവിടെ ഒരാള് വാലാട്ടിക്കൊണ്ടിരിക്കുന്നു, കഴിക്കുന്നു എന്തോ. പുലി പുല്ലും തിന്നുന്നു കേട്ടിട്ടുണ്ട്. പുലി പുല്ല് തിന്നുന്നതും പുലി ക്രോസ് ചെയ്യുന്നതും പുലി അപ്പിയിടുന്നതും ഒക്കെ കണ്ടു. ഒരു കരടി ഈസ് കമ്മിങ്. കുറച്ച് മുമ്പിലേക്ക് പോയിക്കും. കരടി വണ്ടി പോ. có một bạn sẽ xuất hiện phía bên tay trái xe của chúng ta. ഈ സൈഡിലാണോ? Next to the window on the left side. Oh my god. Hey dear. So cute. ഇത് മറ്റേ കലാഭമണി സാറിന്റെ സിനിമ പോലെ. കാരണം കറക്റ്റ് ആയിട്ട് വന്നു അല്ലേ? ആ സിനിമ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നു, ഇങ്ങനെ കാണിച്ചു പോയി. അയ്യോ, ആ ശരിയാ. അല്ല, അവരെന്തോ എറിഞ്ഞു കൊടുത്തു ഫുഡ്. ആ ചേട്ടൻ ആ ബസ്സിലുള്ള ആള് ഇങ്ങനെ കൊടുത്തപ്പോ അത് വന്ന് കഴിച്ചു. പിന്നെ ചിലപ്പോ ഇവരെ അറിയായിരിക്കും, അങ്ങനെയായിരിക്കും. അതെ. പക്ഷെ പുലിക്ക് ഫുഡ് ഇട്ട് കൊടുത്തില്ല. പുലി അത് അപ്പിടാൻ പോയതാ. AI കാണുന്ന പോലെ വന്നു. ഇനി ചാടിയും കൂടി വന്നെങ്കിൽ എന്റെ ജീവിതം സംതൃപ്തമായി. അവിടെ ചാടും. മുഫാസ. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് സിംഹം ഇങ്ങനെ നിക്കണ തലയെടുപ്പോടുകൂടി. എല്ലാവരും നോക്കുക. അടുത്തേക്ക് നടന്നു വരുവായിരുന്നെങ്കിൽ. അയ്യോ, ഇതിനും എന്തോ മുറിവ് പറ്റി. നടക്കണം. അയ്യോ, അങ്ങോട്ട് പോവാ. പക്ഷെ ഇങ്ങോട്ട് വാ നിങ്ങൾ 3 പേരും. Next to rhino, they are eland antelope. This is the biggest antelope in the world.
ഈ റൈനോസറിനാണോ കാണ്ടാമൃഗം എന്ന് പറയണത്? കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി നിങ്ങൾക്ക് കാണണമെങ്കിൽ ആണോ? ഓ it's coming. Anh sana? അതാണ് ഈ സാധനം. Phía bên tay phải chúng ta các bạn xuất hiện khá là nhiều luôn mà. അവിടെ റൈനോസർ ഉണ്ട്. Rhinos on the right സോംബേരിയോ? side right now. ബേബി റൈനോസ്, ചെറിയ റൈനോസ്. ആ ബേബി റൈനോസ്. എല്ലാരും ഒരുമിച്ച് ഫാമിലി ആയിട്ടാണല്ലോ ഭക്ഷണം കഴിക്കണേ അല്ലേ? ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. എവിടെ? ഞാൻ ഒറ്റയാനാടാ, ഒറ്റയാൻ. എല്ലാം ഫാമിലി ആയിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും. അവിടെ ഒരു ഫാമിലി. റൈനോസേഴ്സിന് എനിക്ക് തോന്നുന്നു ഫാമിലി അറ്റാച്ച്മെന്റ് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? വേറെ കഴിച്ചൂടെ? അതാണ് അവരെ കണ്ടു പഠിക്കണം. നമ്മള് മൃഗങ്ങളെ കണ്ടു പഠിക്കണം. അയ്യോ ഇതാരാ? കഴുതയാ? Here on your pop side, left and right, they are wildebeest, spectral antelope. ആന്റലോപ്സ് എന്താന്ന് എനിക്ക് എന്ത് രസാ കാണാനല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് സീബ്രേനെ ഇത്ര അടുത്ത് കാണുന്നേ. ബാക്കിയുള്ള സ്ഥലത്ത് നല്ല ദൂരത്തായിരുന്നു അവര്. ഇവിടെ നമുക്ക് അവരുടെ വരകളൊക്കെ കാണാല്ലേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഡ്രസ്സിന്റെ കോമ്പിനേഷൻ ഒക്കെ. സീബ്രാസ് ചിരിച്ചോണ്ട് വരുന്ന പോലെ അല്ലേ? ചിരിച്ചോണ്ട് വരുന്നു. ഇങ്ങോട്ട് നോക്ക് മക്കളെ. അത് അമ്മയും കൊച്ചും ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു. Next to zebra, they are water buck. They have a white circle on their butt. Can you see? Yay, zebras! Wow. കുഞ്ചു ഇവിടെ കുഞ്ചു ഇവിടെ. വൈറ്റ് കളർ ആന്റലിയോ. ജിറാഫുകൾ അവിടെ. ഡ്രസ്സുകൾ ആ പാറ്റേണിലുള്ള എനിക്ക് നല്ല ഇഷ്ടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രല്ല അങ്ങനത്തെ ലൈൻസ് ഉള്ളതാ ആ ഒരു സ്ട്രൈപ്സ്. മുഖം അതിന്റെ സീബ്രയുടെ മുഖം അല്ല, സീബ്രയുടെ മുഖമൊക്കെ നോക്കി ഫുൾ ഇങ്ങനെ വര. ജിറാഫ്. Yes. Wow. ജിറാഫ്. അവിടെ എല്ലാം കൂടി ഇത് നിരന്ന് നിൽക്കണു. ഇവിടെ ഒരു ജിറാഫ് ഒറ്റയ്ക്ക് നിൽക്കണു കുഞ്ചു. ഹൈറ്റ് കുറവാണോ? ഹൈറ്റ് അല്ല, വണ്ണം കുറവാന്ന് തോന്നുന്നു. അതായത് അതിന്റെ ബോഡി കുറച്ച് ഷ്രിങ്ക് ആയത്. അപ്പുറത്ത് കണ്ടോ വലുതായിട്ട് നിൽക്കണേ. റൈനോസേഴ്സിന്റെ കൂടെ ഡിയർ, പിന്നെ ജിറാഫും സീബ്രയൊക്കെ ഒരുമിച്ച്. പക്ഷെ സിംഹവും പുലിയും വേറെയാണല്ലേ? അവരാരെയും കൂടെ കൂടില്ല. അല്ല അവര് തമ്മിലല്ല, അവർക്കിപ്പം സീബ്ര കടിക്കും. പിന്നെ ആഫ്രിക്കൻ കൗസ്. ആ ജിറാഫിനെ ഫീഡ് ചെയ്യണ. അപ്പൊ നമ്മളെങ്ങനെ അടുത്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജിറാഫിന് ഭക്ഷണം കൊടുക്കുക. അതെ. അവിടെ പക്ഷെ അത് ഒരു റെസ്റ്റോറൻ്റ് ആണല്ലോ. പക്ഷെ അവിടെ ഭയങ്കര എന്താ പറയുക, സ്ലോട്ടിങ് കിട്ടാൻ എപ്പോൾ നമ്മൾ നോക്കിയാലും സ്ലോട്ട് ബുക്കിംഗ് ഫുള്ളാവും. എനിക്ക് തോന്നുന്നു അവിടെ ലിമിറ്റഡ് ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ജിറാഫിന് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കണം എന്ന്. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. ഇവിടെ മനുഷ്യർക്കും കഴിക്കാം, നമുക്കും കഴിക്കാം.
ഫുഡ് കഴിച്ചിട്ട് അവർ ഫീഡ് ചെയ്യുന്ന കണ്ടുപിടിക്കും. നല്ല രസമാണ്, കണ്ടുപിടുന്നാൽ മതിയല്ലേ. പോരാ, കാശ് കൊടുക്കണം, കാശ് കൊടുക്കണം. കണ്ടോണ്ടിരുന്ന മതിന്ന്. അങ്ങനെ ഇപ്പൊ കൂടുതൽ കാണണ്ട. വേണ്ട, എനിക്ക് കൊടുക്കണം. എന്താ കൊടുക്കണ്ടേ? ഫോണിൽ തന്നെ എടുത്താലോ? Good girl. ഫോട്ടോ നിക്കത് തട്ടടോട്ടോ. നീ കുഞ്ചു പറഞ്ഞ കൊടുക്ക. ഒറാങ്കുട്ട അവിടെ നിൽക്കുക, അവിടെയാ അതിന്റെ മുഖം. ഒറാങ്കുട്ട എവിടെ? അയ്യാള് വിളിക്കടോ. അവിടെ തന്നെ ഇരിക്കത്. വെയില് കൊള്ളാണ്ട്. ഒറാങ്കുട്ട സൗകര്യമുള്ള പോലെ ഒരെണ്ണം എടുത്തു, നേരെ തണലത്ത് പോയി ഇരുന്ന് ഇങ്ങനെ പതുക്കെ കഴിച്ചു. ആ, അതായത് ഈ അപ്പൂപ്പന്മാരില്ലേ, ഈ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അപ്പൂപ്പന്മാർ വിശ്രമിക്കുന്ന സമയത്ത് വെറ്റിലപ്പാക്ക് എഴുതത് ഇങ്ങനെ. എന്തൊരു സ്ലോവാ. ആര് വിളിച്ചാലും എന്താ ഒറാങ്കുട്ടനാ? ഒറാങ്കുട്ടാന്റെ പേര് സൂര്യ. എടുത്തോ. അയ്യോ ക്യൂട്ട്. കുഞ്ചു പറഞ്ഞ കൊടുക്കണ്ടോ? ഫീഡ് ചെയ്യാൻ അയാൾ വന്നു. അപ്പൊ ഓൾറെഡി ഫീഡ് ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. അത് വരുവാണോ? ചിക്കൻ കൊണ്ടുപോകും. ഇതാണ് നീ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞല്ലേ? അല്ല, ഞാൻ വിചാരിച്ചെന്തറിയോ, നമ്മൾ ഇവിടുന്ന് എറിഞ്ഞു കൊടുക്കാന്ന് ഞാൻ വിചാരിച്ച. ഈ തൊളയെന്ന് കണ്ട. അപ്പൊ ഇത് ആർക്ക് കൊടുക്കും? കൊറേ എണ്ണങ്ങളുണ്ടല്ലോ. ആ, എനിക്ക് താഴെയാണോ വരിക? പിന്നെ മേടി പോത്തില്ലല്ലോ. പക്ഷെ അച്ഛനും മോനും അച്ഛനും രണ്ട് പിള്ളേര് കളിക്കുക. ഫുഡ് വേണ്ടാത്ത എന്താ മക്കളെ? ഫുഡ് കഴിക്ക്. ദേ ഇട്ടിരിക്കണു. ആട്ടി ദേ സിഗ്നൽ കൊടുക്കുക ഇവര്. ഞങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കും, കഴിക്കില്ല എന്നായിരിക്കും. അവിടുന്ന് കഴിക്കാണോ? ബാക്കി ആർക്കും ഭക്ഷണം വേണ്ട. Oh my God. അടിപൊളി മോനെ. നമ്മൾ ഇന്ന് പോയായിരുന്നെങ്കിൽ നഷ്ടമായേനെ. ആ അതെ അതെ, കുളിയും കഴിഞ്ഞിട്ട് അവിടെ തന്നെ കിടക്കുക. വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ കണ്ടു
മരത്തിൽ ചാടി കയറി പുലി ഭക്ഷണം കഴിക്കുന്നത്. അതെ, അല്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ പോയേനെ. കുഞ്ചു ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ എന്താ പറയുക, നല്ല രസമായിട്ടോ. നമ്മൾ അവരുടെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ എണീക്കും, ചിലപ്പോൾ ഇരിക്കും, ചിലപ്പോൾ ഫുഡിലേക്ക് നോക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇപ്പോൾ വരും എന്ന്. ഇതേ അടുത്തൊരു ഷോ നടക്കാൻ പോണോ, അതെ ഈ കാട്ടു ആൾക്കാരുടെ ഷോ നമ്മൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, അതെവിടെയാ? ആ, അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല രസം അവരുടെ ഇത് കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ആ താറാവ്, കോഴിയായിരുന്നു അത്, താറാവായിരുന്നോ ഇറച്ചി കഴിക്കുന്നത് ഞങ്ങൾ കണ്ടു. സൂപ്പറായിരുന്നു. ഈ ആനിമൽസിനെ ഒന്നും നമ്മുടെ നാട്ടിലെ സൂവിലില്ലല്ലോ, ക്യാപ്പിബറയൊന്നും. ഇതൊരു ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ പുതിയതായിട്ട് നമ്മൾ കണ്ടു. ഈവൻ മാനുകളിലാണെങ്കിലും പുതിയ വെറൈറ്റീസ് മാനിനെ കണ്ടു. ഒട്ടകത്തിൻ്റെ വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ക്യാപ്പിബറയും പിന്നെ വേറെ ഏതായിരുന്നു? ബ്രസീലിയൻ ടപ്പീർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ലെപ്പേർഡ്സ് ഒക്കെ കിടന്ന് ഉറങ്ങുക, എല്ലാവരും ഉറക്കം. കാന്താര 2-ലുണ്ടായിരുന്നു, കുഞ്ഞു സാധനം. അത് കടിക്കൂ ഇത്? നീ നിക്കണുണ്ടോ? അയ്യോ അതെ, എത്തി നോക്കും. നമ്മളെയാണോ നോക്കണേ, ആൾക്കാരെയാണോ നോക്കണേ? എല്ലാവരുടെ അടുത്ത് വന്ന് ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതേ ഉറക്കം, അതേ എന്ത് സാധനം? സ്ലീപ്പിംഗ്. ഇത് പെണ്ണാന്ന് തോന്നുന്നു അല്ലേ, മുടിയുണ്ട്. കുഞ്ചുന ബ്രഹ്മദത്തന്റെ പുറത്ത് കയറിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. പിന്നെ അത് മാത്രല്ല നമ്മള് എത്രയോ പഴം ഒക്കെ കൊടുത്തു, എല്ലാം പാവം നമുക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാം. അതെ അതെ, നമ്മുടെ സ്വന്തം ആനയാണല്ലോ. അതല്ല ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറണേ കുഞ്ചു? അയ്യോ, ഗുരുവായൂരൊക്കെ പോയ സമയത്ത് അവിടുത്തെ അത് ആന കാണാനല്ലേ പറ്റുള്ളൂ, നമുക്ക് ആനയുടെ പുറത്ത് കയറാൻ പറ്റില്ല. അപ്പൊ ബ്രഹ്മദത്തന്റെ പുറത്ത് കുഞ്ചുവിനെ ഞാനാണ് ആദ്യം. ഗ്രേ വൂൾഫ് കാണാ. ശരി, ഇതൊരു പട്ടിയുടെ പോലെ ഉണ്ടല്ലേ? പക്ഷെ ഹസ്കി കുറച്ചും കൂടി ഇതുണ്ട് കാണാൻ. ഓ കിടന്നു. ഈ ശരിക്കും വൂൾഫേ ഒരു അഗ്രസീവ് അനിമൽ അല്ലേ? അതാ. അപ്പൊ ഒരുപാട് നേരം നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചാടി വരുമോ? ചാൻസ് ഉണ്ടല്ലോ അല്ലേ? ഇത് വലിയ ഹൈറ്റ് ഇല്ല, കുറെ ഉണ്ട് അല്ലേ? ആണോ? പക്ഷെ കൂട് വലുതാണല്ലോ. അതെ, ഞാൻ ആദ്യമായിട്ട് ഗ്രേ വൂൾഫിനെ കാണുന്നത്. ഗോൾ 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 ചെവി ആട്ടുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കണ്ട? ഗോൾ അതിന് ജീവനുണ്ടോ? എന്തൊരു കഷ്ടാന്ന് നോക്കണം. ഇവരിങ്ങനെ ഉറങ്ങി എങ്ങനെ ചെയ്യും? അപ്പൊ ഇവരെപ്പോഴും എണീക്കുക? രാവിലെ വന്നാലും ഉറക്കം, വൈകുന്നേരം വന്നാലും ഉറക്കം, ഉച്ചയ്ക്ക് വന്നാലും ഉറക്കം. എന്നാലും അതെ, വേറെ ആന. അതെ, അയ്യോ, രണ്ടുപേരും സ്നേഹം പ്രകടിപ്പിക്കണോ? ആനകള് സ്നേഹം പ്രകടിപ്പിക്കണം, അനുഗ്രഹിക്കാണോ? സംസാരിക്കണോ? കുത്തി ഇങ്ങനെ. ലവബിൾ എലിഫന്റ്സ്. സ്റ്റാച്ചു പോലെ നിൽക്കുക, നമ്മളിങ്ങനെ പടത്തിലൊക്കെ കാണുന്ന പോലത്തെ സ്റ്റാച്ചു അല്ലേ? അതാണ് ഇവിടെ മൊത്തം. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മക്കാവ് മോളിലാ. ഞാനിവിടെ വീഡിയോ പിടിച്ച് 1 മിനിറ്റായി നിൽക്കുന്നു. പക്ഷേ
ഫുൾ ടൈം ചൊറിഞ്ഞു എന്തൊരു ചൊറിച്ചില ചൊറിയാ. പക്ഷെ എടുത്തു, ഞാൻ ഓൺ ചെയ്ത, പക്ഷെ അപ്പയ്ക്കും വീണ്ടും അവൻ ചൊറിഞ്ഞു. ഞാൻ എടുത്തോണ്ടിരിക്കുക, പക്ഷെ ചൊറിഞ്ഞോണ്ടിരിക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാ? കണ്ടാ 2 മിനിറ്റായി. കൈ കഴിക്കുന്നു. ഓസ്ട്രിച്ച് ഈസ് ക്രോസിംഗ്. എന്ത് പറ്റി മോനെ? നിന്റെ ആരുമില്ലേ ഇവിടെ? അവനിപ്പോ സ്റ്റാച്ചു പോലെ നിൽക്ക. ഓ, അവിടെയാണ് അവരുടെ കൂട്. മറ്റതിങ്ങനെ നടക്കുന്നതല്ലേ, അത് തന്നെയാണ് ഇത്. ഇതെന്തായിരുന്നു? ആൻഡലോക്കിന്റെ കാണാൻ രസമുണ്ട്. അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഡിയറിന്റെ തന്നെ വകഭേദമാണെന്ന് തോന്നുന്നു. എന്താ പേര്? കെംസ്ബോക്ക്. ഇതൊന്നും നമ്മൾ കാണാത്ത, ഒരിക്കലും നമ്മൾ കാണാത്ത മൃഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മണിക്കൂറുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ണിന് പുതുമയുള്ള കുറേ സാധനങ്ങളാണ്. സോ ഇതെല്ലാം നമ്മുടെ ട്രിവാൻഡ്രത്തെ സൂവിലില്ലല്ലോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തേക്ക് വരുന്നുണ്ട്. എന്ത് കൊമ്പല്ലേ, ഇത്ര ഹൈറ്റിൽ വെക്കുന്നു. നല്ല ഷാർപ്പായിരിക്കും അതല്ലേ, കുത്തി കഴിഞ്ഞാൽ ചോര തുടിക്കും. വണ്ടി ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? എന്താ അതിൻ്റെ പേര്? ബബൂൺ അല്ലേ? അയ്യോ, ഇത് പ്രത്യേക തരം മുഖം. ഇങ്ങനെ ഒരു കുരങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണാം. ആ, അതിന് കണ്ണില്ലല്ലേ? അയ്യോ, വാവ്. അയ്യോ, ഓ ക്യൂട്ട്. അതാ അതാ എന്താ കാര്യം? കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. ആദ്യം 2 ഉണ്ടായിരുന്നു വലുത്. പക്ഷെ വലിയ ഒറാങ്കുട്ടനും മടിയൻ തന്നെയായിരുന്നു. എന്നാലും ഓക്കെ, കുറച്ചിങ്ങനെ നടന്നിട്ട് പോയിട്ടൊക്കെ ഇരുന്നു. ഇവർ രണ്ടുപേരും ചെറുപ്പാന്ന് തോന്നുന്നു, നല്ല ആക്റ്റീവാ. മരത്തിക്കടെ ചാടി ചാടി കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കണ്ടത് ഏതാ ഒരു സൈസ് വേറെ മുഖമുള്ള? ആ, അതും ആക്റ്റീവാ. ഇതേ മുകളിലിരുന്ന് കഴിക്കണുണ്ടോ? അപ്പോൾ കുരങ്ങന്മാർ എപ്പോഴും എനർജറ്റിക് ആണ്. ഫീമെയിൽസ് ആണ് ഇത്, ഫീമെയിൽസ്. ഓ, അപ്പോൾ ആദ്യം കണ്ടത് മെയിലും ഫീമെയിലും രണ്ടും ഉണ്ട്, ബ്ലാക്കും വൈറ്റും. ഞങ്ങൾ ആദ്യം ഈ ബസ്സിലാണ് പോയത്. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇതേ നടക്കാൻ പോവാണ്. നടന്ന് കുറേ ആയിട്ട് ഞങ്ങൾ, അതെ, പകുതി മുക്കാലായി. അങ്ങനെ നടന്ന് ഓടി വന്നപ്പോഴാണ് ഡാൻസ് മിസ്സായി. ശ്വാസം മുട്ടുന്നു. വെയിറ്റ്. അയ്യോ, കഴിഞ്ഞോ? അയ്യോ, കഴിഞ്ഞു. അയ്യോ, പോവാ. ഫോട്ടോ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞു കുഞ്ചു. നെക്സ്റ്റ് ഷോ വെൻ? നെക്സ്റ്റ് ഷോ 3:30.
ഹലോ. യെസ്, അങ്ങനെ ഞങ്ങളുടെ സഫാരി ടൂർ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. രാവിലെ മുതൽ ഉച്ച വരെ ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പം എല്ലാ സാധനങ്ങളും നമുക്ക് നടന്ന് കാണാനും അത്യാവശ്യം ഫോട്ടോ എടുക്കാനും ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റി. അപ്പോൾ എല്ലാത്തിനും കുറച്ച് നല്ല ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞ് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ എല്ലാം ഇത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ നടന്ന് കണ്ട് അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു സൂ ടൂർ അങ്ങനെ വേണം പറയാനല്ലേ, എന്ത് പറയുന്നത്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളത് അവിടുത്തെ ആ വണ്ടിയിൽ കയറി ഓപ്പൺ ആയിട്ട് ഇങ്ങനെ എല്ലാം ക്രോസ് ചെയ്ത് പോയി. യെസ്, അപ്പൊ അതുകൊണ്ട് മിനി വേർഷൻ മസൈമാരെ കുറച്ചും കൂടി ആനിമൽസ് കൂടുതലായിരിക്കും. ഈവൻ പേരൻസ് വേണമെങ്കിൽ കൊണ്ടുവരാം. കാരണം ഇവിടെ ട്രാം എപ്പോഴും ഉണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ പേരൻസ് നടക്കേണ്ട ആവശ്യം, നമുക്ക് എല്ലാം ചുറ്റി കാണുകയും ചെയ്യാം. സോ അതാണ് എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ്. അതെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുക്കോക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നവരെല്ലാവരും ഇത് പോവും. എന്നാലും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.